ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ്, മണാലിയിലാണ്. പക്ഷേ നാളത്തെ ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഗോവ മാച്ചിൻ്റെ ചൂട് കുറച്ച് കൂടാനാണ് ചാൻസ്. കാരണം ഗോവ മോഹൻ ബഗാനുമായിട്ട് നമ്മുടെ ഷീൽഡ് അടിക്കാനുള്ളൊരു റേസിൽ ഒപ്പത്തിനൊപ്പമാണ് ഏകദേശം. ഗോവയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മാച്ച് ജയിച്ച് ഷീൽഡിലേക്ക് അടുക്കാനുള്ളൊരു അവസരമാണ്. അതേസമയം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് നിലവിൽ പോയിന്റ് ടേബിൾ നമ്മൾ 8ാം സ്ഥാനത്താണ്, 24 പോയിൻ്റാണുള്ളത്. നമുക്ക് ഈ ഒരു മാച്ച് ജയിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പ്ലേ ഓഫിലേക്ക് എത്തിപ്പിടിക്കാനുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും ടീം ഇറങ്ങുന്നത്. കാരണം ഈ ഒരു ഫാൻസിന് വേണ്ടി ഈ ഒരു ടീമിന് ഇത്രയെങ്കിലും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ പോയിന്റ് ടേബിളിൽ ഇപ്പം നിലവിൽ 6ാം സ്ഥാനത്തുള്ള ബാംഗ്ലൂർ 31 പോയിന്റോട് കൂടി നമ്മളുമായിട്ട് 7 പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള 3-4 മാച്ച് നമുക്ക് ജയിച്ചാൽ തന്നെ നമുക്ക് ഒരു പ്ലേ ഓഫിലേക്കൊരു ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മളെ സ്ക്വാഡിൽ നിലവിൽ നോക്കി പരിക്കാണ്. അപ്പോൾ ഈ ഒരു മാച്ചിന് അവൈലബിൾ ആവുമെന്നുള്ള കാര്യം അറിയില്ല. ഗോവ അത്യാവശ്യം നല്ല ടീമാണ്. കാരണം എന്താ പറയുക, ഈ ഒരു സീസണിലെ ടൈറ്റിൽ മോഹൻ ബഗാനുമായിട്ട് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ടീമാണ്. രണ്ട് ടീമിനും ഈ ഒരു വിജയം വളരെ അനിവാര്യമാണ്. ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ പ്രകടനം എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ കൂടെ ഈ ഒരു മാച്ചിൽ നോഹയെ പോലുള്ള ഒരു പ്ലെയർ ഇല്ല എന്ന് പറയുന്നത് അതും വലിയൊരു തിരിച്ചടി തന്നെയാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ആസ് എ ബ്ലാസ്റ്റേഴ്സ് ഫാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ജയിക്കണം. ബ്ലാസ്റ്റേഴ്സ് തട്ടിമുട്ടിയാണെങ്കിലും ഒന്ന് പ്ലേ ഓഫിൽ എത്തട്ടെ. നമ്മളിപ്പം കുറച്ച് സീസണായിട്ട് പെന്നും പേപ്പറും കാൽക്കുലേറ്ററും വെച്ചുള്ളൊരു കൂട്ടിയും കിഴിച്ച് നോക്കിയുള്ള പ്ലേ ഓഫിലേക്ക് കടക്കലില്ലായിരുന്നു. അപ്പം വീണ്ടും ആ ഒരു അവസരം ഈ ഒരു സീസണിൽ വന്നിരിക്കുകയാണ്. അപ്പം ഒരുപാട് പ്രതിസന്ധികളും കാര്യങ്ങളും ഉണ്ട്. എന്നാലും സ്റ്റിൽ പ്ലേ ഓഫിൽ എത്തിയാൽ അതൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇത്രയും ടൈറ്റായുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമായ ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ എന്തായാലും വിജയത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്താ പറയുക, അവരെ ടീം അത്രയും സ്ട്രോങ് ആയതുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു മാച്ച് തന്നെ നമുക്ക് ഗോവയിൽ എക്സ്പെക്ട് ചെയ്യാം. ഞാനിപ്പോൾ മണാലിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഗോവേൻ്റെ എവേ മാച്ച് ഞങ്ങൾക്ക് മിസ്സായി. കഴിഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ സീസണിലും ഞങ്ങൾ എവേ മാച്ച് കാണാൻ പോകാറുണ്ടായിരുന്നു. ദാസാ, നാളെ ഗോവയായിട്ടുള്ള കളി എവേ ഗെയിം. കഴിഞ്ഞ പ്രാവശ്യം പോയത് ഓർമ്മയുണ്ടല്ലോ. ഈ പ്രാവശ്യം എന്തായിരിക്കും അവസ്ഥ? 2-1 ബാസ് ജയിക്കും. അതെന്താ സ്കോർ? 1-0 ഉദ്ദേശിക്കാം. ജയിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആര് ജയിക്കും? എത്ര ഗോള്? 1-2. ആരടിക്കും? 2 ജീസസ് അടിക്കും. ജീസസും എത്ര വരണോ? കഴിഞ്ഞ പ്രാവശ്യം ഗോവയിൽ പോയ ഓർമ്മയുണ്ടോ? എല്ലാ പ്രാവശ്യവും പോകും. ബാംഗ്ലൂരും ഗോവയിലൊക്കെ പോകുന്ന അവസ്ഥ എല്ലാവർക്കും അറിയാലോ. നമ്മൾ പോവും, ലാസ്റ്റ് തോക്കും, വിഷമത്തോടെ തിരിച്ചു വരും. പക്ഷേ ആ ഒരു അവസ്ഥ ഈ ഒരു സീസണിൽ ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഒരുപാട് പേര് ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സിനെ ഇത്രയും നല്ല രീതിയിൽ ഫാൻസ് സ്നേഹിക്കുമ്പോൾ തിരിച്ച് നല്ല റിസൾട്ട് തരിക എന്നുള്ളത് ടീമിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം ഈ ഒരു എവേ ഗെയിം ജയിക്കും. ബാക്കി വരാനിരിക്കുന്ന ഗെയിംസ് ജയിച്ച് നമ്മൾ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആവുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അത്രയും കാര്യങ്ങളാണ് പ്രീ മാച്ച് സ്റ്റോക്ക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.